ഈ കാര്യമൊക്കെ പറയേണ്ട ആൾക്കാരെ ഇപ്പൊ വരും. നേരിട്ടങ്ങ് പറഞ്ഞാ മതി. എന്നെ ഒന്ന് അഴിച്ചുവിട്. ഞാനൊരു പോലീസ് ഓഫീസറായിട്ടല്ല തന്നോടൊപ്പം വന്നത്, ഒരു സുഹൃത്തായിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ കഴിയും. ഏത് രീതി സംസാരിച്ചാലും എനിക്ക് എന്റെ മകൻ എന്താ സംഭവിച്ചതെന്ന് അറിയണം. താൻ ഈ കാണിക്കുന്നതൊക്കെ പഴയ മേലാളന്മാരുടെ ചട്ടമ്പിത്തരവാ. താൻ എന്റെ സുഹൃത്തായതിന്റെ പേരിൽ മാത്രമാ ഞാൻ ഇതിന് കൂട്ടുനിൽക്കുന്നത്. വാ. ആഹാ, ഇവൻ ഉണർന്നോടാ? ഇന്നലെ രാത്രി ഇവനെ ഉറക്കിയിട്ട് വേണ്ടേ ഉണരാൻ. ഉറങ്ങാൻ തുടങ്ങുമ്പോ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഇവന്റെ തലയിലങ്ങ് ഒഴിച്ചു കൊടുക്കും. അതോടെ അവന്റെ ഉറക്കം അങ്ങ് പോകും. പക്ഷേ അവനൊന്നും സമ്മതിച്ചിരുന്നില്ല. അത് നിന്റെയൊക്കെ ചോദ്യം ചെയ്യലിന്റേതാ. അതിനൊക്കെ പോലീസുകാർ തന്നെ വേണം. അതിന്റെ താളത്തിൽ അവരങ്ങ് ചോദിച്ചെടുത്തോളും. അല്ലേ ഹമീദ് സാറേ? സത്യം പറഞ്ഞ നിനക്ക് സുന്ദരമായിട്ട് കേടുപാടൊന്നുമില്ലാതെ വീട്ടിലേക്ക് പോകാം. ഇല്ലെങ്കിൽ നീ കാണുന്ന ഈ മുറി നിന്റെ അവസാനത്തെ കാഴ്ചയായിരിക്കും. അബൂബക്കറിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അയാളുടെ ഒരേ ഒരു മകനെയാണ്. അയാൾ ഇനി ഏത് രീതി പ്രതികരിക്കുന്നു അയാൾക്ക് പോലും അറിയില്ല. ചുമ്മാ മസിൽ പിടിച്ച് വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകണോടാ. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ മറുപടി പറയാനാ? നസീറിന് എന്തു പറ്റിയെന്ന് എനിക്ക് അറിയില്ല. ഞാനും നസീറുമായിട്ട് നേർക്ക് നേർ പല സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നസീറിനെ കാണാനില്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അല്ലെങ്കിൽ തന്നെ എന്റെ അമ്മയുടെ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിൽ പോയ ഞാൻ അതെല്ലാം ഇട്ടിട്ട് ഇങ്ങോട്ട് ഓടി വരുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തർത്ഥത്തിലാ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നതെന്ന്. നിന്നെ മനസ്സിലാക്കി തരാടാ ഞാൻ. നീയും നൂർജഹാനും തമ്മിലുള്ള ഇഷ്ടത്തെ ഏറ്റവും അധികം എതിർത്തത് എന്റെ മകൻ നസീറാ.